പ്രിയമുള്ളവരെ, ഏറെ സ്നേഹത്തോടു കൂടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുക. ഈ ഒക്ടോബർ മാസം നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട മാസമാണ്. കുഞ്ഞുനാൾ മുതലേ നമ്മുടെ മനസ്സിലൊക്കെ പതിഞ്ഞു കിടക്കുന്ന ചിത്രം മരിയഭക്തിയുടേതാണ്. ജപമാല അർപ്പിച്ചും അതുപോലെ തന്നെ പള്ളിയിലും നമ്മുടെ കുടുംബങ്ങളിലും കൂട്ടായ്മകളിലൊക്കെ ജപമാല അർപ്പിച്ച് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഏറ്റുപറയുന്ന നാളുകളാണ്. അതുമായി ബന്ധപ്പെട്ട് കുഞ്ഞു കുഞ്ഞ് ഓർമ്മകളൊക്കെ നമുക്കെല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഇത് തീർത്തും ഒരു മരിയ ഭക്തിയുടെ ഒരു മാസമല്ല. പരിശുദ്ധ അമ്മയാണതിൻ്റെ കേന്ദ്രമായിട്ടൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെങ്കിലും അത് ക്രിസ്തു രഹസ്യത്തിൻ്റെ ധ്യാനങ്ങളുടെ ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ ഇത് പരിശുദ്ധ അമ്മയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ക്രിസ്തു ധ്യാനമാകാനും സാധിക്കുകയില്ല. അതിൻ്റെ കാരണം ക്രിസ്തുവിനോട് ചേർന്ന് എപ്പോഴും അമ്മയുണ്ട്. ഈ അമ്മയെ മറന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ക്രിസ്തുവിനെ ധ്യാനിക്കാൻ പറ്റുക? അതുകൊണ്ട് ഈ ജപമാല മാസത്തിലെ ക്രിസ്തു രഹസ്യങ്ങളുടെ ധ്യാനം അത് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ളൊരു ധ്യാനമാണ്. നമ്മുടെ ദൈവിക രഹസ്യത്തോടെ യാത്ര ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും, അമ്മയില്ലാത്ത ഇടങ്ങൾ വളരെ കുറവാണ്. അവിടെ അമ്മയില്ലാത്തത് കൊണ്ടും അല്ല, പക്ഷേ സുവിശേഷത്തിൻ്റെ ഭാഗത്തുള്ള വിവിധങ്ങളായിട്ടുള്ള സന്ദർഭങ്ങളിൽ അമ്മ ശാരീരികമായിട്ട് അവിടെ ഇല്ല എന്നുള്ളൂ. യോഹന്നാനൊക്കെ പറയുന്നത് പോലെ ഈ വലിയ ശുശ്രൂഷയുടെ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ കാനായിലെ കല്യാണത്തിൽ നാം കാണും, കാൽവരിയിലും കാണും. നമ്മൾ സാധാരണ പറയാറില്ലേ A to Z എന്ന് പറഞ്ഞ പോലെ പരസ്യജീവിതത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അമ്മ ക്രിസ്തുവിനോടൊപ്പം ഉണ്ട് എന്നാണ് യോഹന്നാൻ അതിലൂടെ നമ്മോട് പറഞ്ഞു വയ്ക്കുക. ഇത്തരത്തിൽ ഈ മാസം മുഴുവൻ നാം ക്രിസ്തുവിന് ധ്യാനത്തോട് ചേർന്ന് അമ്മയെ നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നാണ് ചിന്തിക്കുക. ഇന്ന് നാം ചിന്തിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലെ 2-ാം അധ്യായം 10-ാം വാക്യമാണ്. അതിങ്ങനെയാണ്: ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഈ പിറവിയെക്കുറിച്ചുള്ള, ക്രിസ്തുവിൻ്റെ പിറവിയെക്കുറിച്ചുള്ള നമ്മുടെ ഈ ധ്യാനത്തിലെ പരിശുദ്ധ അമ്മയുടെ ഇടം എവിടെയാണ്? അറിയിക്കപ്പെട്ട വാർത്തയൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അത് വളരെ വ്യക്തതയും മനസ്സിലാകും. ആ പറഞ്ഞ വിശേഷങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അമ്മയുടെ ജീവിതത്തിലെ അമ്മ ലൂക്കായുടെ സുവിശേഷം തന്നെ 1-ാം അധ്യായത്തിലെ ആ വലിയ കീർത്തനത്തിൽ പറയുന്നുണ്ട്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എന്താ ഈ വലിയ കാര്യങ്ങൾ? അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചതല്ല. പിന്നീട് നാം കാണുന്നുണ്ട് ഈ വലിയ കാര്യങ്ങൾ ഇസ്രായേൽ ജീവിതത്തിൽ മുഴുവനും സംഭവിച്ചൊരു കാര്യമാണ്. ഇസ്രായേൽ ജീവിതത്തിൽ എങ്ങനെയാണ് വഴി നടത്തിയത് അതെല്ലാം അമ്മ ഓർത്തെടുക്കുകയാണ്. അതുകൊണ്ട് പഴയ നിയമത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ പോലും ഈ അമ്മയുടെ സാന്നിധ്യം നമുക്ക് മറക്കാൻ പറ്റില്ല. അമ്മ യാത്ര ചെയ്തിടം ഈ പഴയ നിയമത്തിലുടനീളമാണ്. ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തു. അത് അബ്രാഹം മുതൽ ക്രിസ്തു വരെയുള്ള ആ വലിയ രക്ഷാകർമ്മത്തിൻ്റെ, രക്ഷാകര പദ്ധതിയിൽ ദൈവം നമുക്ക് നൽകിയ വലിയ വലിയ കാര്യങ്ങളാണ്. അത് നമുക്ക് രക്ഷ സാധ്യമാക്കി തീർക്കാൻ ദൈവം ഒരുക്കിയവയാണ്. വീണ്ടും പറയുകയാണ്, വലിയ സന്തോഷത്തിൻ്റെ. പരിശുദ്ധ അമ്മ ആനന്ദം കൊണ്ട് കീർത്തനം പാടുന്നതാണ് നാം കേട്ടത്. എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. വലിയ സദ്വാർത്തയുടെ ഒരു ആനന്ദം അമ്മ അനുഭവിച്ചതാണത്. അത് ഈ ക്രിസ്തു രഹസ്യത്തോട് ചേർന്ന് മുഴുവനായിട്ടാണ്. ആ വലിയ സന്തോഷം ചിലപ്പോഴെങ്കിലൊക്കെ നമ്മൾ ചിന്തിക്കും, എന്തുമാത്രം ദുഃഖമാണ് അമ്മയുടെ ജീവിതത്തിലുണ്ടായത്. പക്ഷേ നമുക്കറിയാം, പൗലോസ്ലീഹയൊക്കെ പറയുന്ന പോലെ, റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്ന പോലെ, എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും, എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന് പറയുന്നിടത്തുള്ള ഒരു വലിയ പ്രത്യാശയിലാണ് ഈ സന്തോഷം ആനന്ദമായിട്ട് മാറുന്നത്. വെറും സന്തോഷമല്ല അത്. അതുകൊണ്ട് ഈ ആട്ടിടയന്മാർക്ക് ദൈവം നൽകിയ വലിയ സന്തോഷത്തിൻ്റെ ആ വലിയ വാർത്ത, സദ്വാർത്ത, നല്ല വാർത്ത, അത് പരിശുദ്ധ അമ്മയെ കൂടെ നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റുക? കാരണം ഈ വൻ കാര്യങ്ങൾ നിരന്തരം ധ്യാനിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിച്ചവളാണ് അമ്മ. ഈ അമ്മയെ ഓർക്കാതെ ക്രിസ്തു ജനനത്തെ ഓർക്കാൻ നമുക്ക് പറ്റുകയില്ല. ക്രിസ്തു ജനനത്തിന് മുൻപേ ദൈവം ഇസ്രായേലിന് ചെയ്ത, ദൈവം
തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് ചെയ്ത, സ്വന്തം ജനത്തിന് ചെയ്ത ആ കാര്യങ്ങൾ മുഴുവനും പരിശുദ്ധയമ്മ തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ്. എന്താ ഈ വലിയ സന്തോഷത്തിന് കാരണമായി തീർന്നത്? നൂറ്റാണ്ടുകളോളം കാത്തിരുന്നത്, അതിൻ്റെ വലിയ പ്രത്യാശയും അതിൻ്റെ വലിയ കാത്തിരിപ്പിലെ ക്ഷമയും, അതിനുവേണ്ടി ആ നൂറ്റാണ്ടുകളായിട്ട് പ്രവാചകന്മാർ ചെയ്ത, പൂർവ്വപിതാക്കൾ ചെയ്ത ത്യാഗങ്ങളും, അവരുടെ പ്രവാസ ജീവിതങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര നൂറ്റാണ്ടുകൾ നീണ്ട പ്രവാസങ്ങളാണ്. ആ പ്രവാസകാലത്തൊക്കെ അവർ പ്രത്യാശയോടുകൂടെ കാത്തിരുന്നു. എന്തിനു വേണ്ടി? ഒരു സദ്വാർത്തയ്ക്ക് വേണ്ടി. എന്താണ് ആ സദ്വാർത്ത? തങ്ങൾക്ക് ഒരു രക്ഷകൻ വരും, ഈ അടിമത്തത്തിൽ നിന്ന് തങ്ങൾക്ക് വിടുതൽ കിട്ടും, ഈ ബന്ധനത്തിൽ തങ്ങൾക്ക് മോചനം കിട്ടും. കാത്തിരുന്നത് ക്രിസ്തുവിൻ്റെ വരവിന് തൊട്ട് മുൻപേയുള്ള ആട്ടിടയിൽ മാത്രമല്ല, അല്ലെങ്കിൽ പൗരസ്ത്യ ദേശത്തു നിന്ന് വന്ന ജ്ഞാനികൾ മാത്രമല്ല, അതൊരു ജനം മുഴുവനാണ്. ഈ ജനത്തിൻ്റെ കാത്തിരിപ്പിൽ പങ്കുചേർന്നവളാണ് അമ്മ. ഈ അമ്മയെ മാറ്റി നിർത്തി നമുക്ക് ക്രിസ്തു രഹസ്യം ധ്യാനിക്കാൻ സാധ്യമാകുകയില്ല. അതുകൊണ്ട് ഈ ഒക്ടോബർ മാസം നമ്മെ സംബന്ധിച്ച് അമ്മയോടൊപ്പമുള്ള ഒരു തീർത്ഥാടനമാണ്. അമ്മ ആദ്യം മുതൽ അവസാനം വരെ ആ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് നമുക്ക് കാണാൻ സാധ്യമാകും. അതുകൊണ്ടല്ലേ അമ്മയുടെ അസാന്നിധ്യത്തിലും ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 28, 29 വാക്യങ്ങളിൽ നാം അത് കേൾക്കും. എത്ര സുന്ദരമായിട്ടാണ് ആ സ്ത്രീ വിളിച്ചു പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ പ്രബോധനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ വിളിച്ചു പറഞ്ഞത്. ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ടാകും അവൾ പറഞ്ഞിട്ടുണ്ടാകുക. കാരണം ആ അമ്മയ്ക്ക് ഒരുപാട് മക്കളുണ്ടായിരുന്നിരിക്കാം, പക്ഷെ അവരൊന്നും കുടുംബത്തിന് യാതൊരു പ്രയോജനവും ഇല്ല. ആ ഒരു പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും അമ്മ പറഞ്ഞിട്ടുണ്ടാകുക. മറിയേ എന്ന് അവൾ ഓർത്തിട്ട് പറഞ്ഞു, ക്രിസ്തുവിനെ നോക്കി, നിന്നെ പ്രസവിച്ച, നിന്നെ പാലൂട്ടിയ അവൾ ഓർത്തെടുത്തു അമ്മയെ. കാരണം അമ്മയെ ഓർക്കാതെ പുത്രനെ നമുക്ക് ദർശിക്കാൻ നമുക്ക് സാധ്യമാകുകയില്ല. അമ്മയെ ഓർക്കാതെ പുത്രനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടല്ലേ സൊഡാലിറ്റി കുഞ്ഞുനാൾ മുതലേ നാം ആ ഒരു വാക്യം നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നത്. എന്താണത്? മറിയം വഴി ക്രിസ്തുവിലേക്ക്, മറിയം വഴി ക്രിസ്തുവിലേക്ക്. അവളെ കൂടാതെ നമുക്ക് സാധ്യമാകുകയില്ല. ക്രിസ്തുവിൻ്റെ ജനനത്തിൽ, അവൻ്റെ പരസ്യ ജീവിതത്തിൽ, അവൻ്റെ പീഡാസഹനത്തിൽ, അവൻ്റെ കുരിശിനരികെ, കുരിശിനപ്പുറവും നാം അന്ന് കണ്ടിട്ടുള്ളതല്ലേ, എല്ലാവരെയും വിളിച്ചുകൂട്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയെ. കാൽവരിയിലും കാനായിലും കാലിത്തൊഴുത്തിലും, അതെ, കാലിത്തൊഴുത്ത് മുതൽ കാനായിലൂടെ യാത്ര ചെയ്ത് കാൽവരി വരെ അമ്മ യാത്ര ചെയ്യുന്നുണ്ട്. ഈ ഒക്ടോബർ മാസം നമുക്ക് ഈ ജപമാല രഹസ്യങ്ങളോട് ധ്യാനിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ അമ്മയോർത്ത് നമുക്ക് നന്ദി പറയാം ദൈവത്തിന്. തീർച്ചയായിട്ടും അമ്മയുടെ നാമം മറന്നിട്ട് ഒരു മലയാളി സമൂഹം, ഒരു ക്രൈസ്തവ സമൂഹം ഇവിടെ ഇല്ല. നമുക്കറിയാം എത്രയോ പള്ളികളാണ് അമ്മയുടെ അപദാനത്തിൽ. നമ്മുടെ അതിരൂപത ഫൊറോനയിലെ പള്ളികൾ, അല്ലെ ഭൂരിഭാഗം പള്ളികൾ, നമ്മുടെയൊക്കെ ചുറ്റുമുള്ള സ്ഥാപനങ്ങളിലേക്ക് ചിന്തിച്ചാൽ ഒക്കെ അമ്മയുടെ നാമം പേറുന്നുണ്ട്. ഈ പരിശുദ്ധിയുടെ അമ്മയുടെ ഈ നാമം പേറുന്നത് വെറും ദേവാലയത്തിൻ്റെ ഗോപുരങ്ങളായിട്ട് മാറരുത്. ഈ അമ്മയുടെ നാമം പേറുന്നത് വെറും കുറേ സ്ഥാപനങ്ങളായിട്ട് മാറരുത്. ഈ അമ്മയുടെ മഹനീയ നാമം പേറുന്നത് നമ്മുടെ രജിസ്റ്ററുകളായിട്ട് മാറരുത്. പകരം ഈ അമ്മയുടെ നാമത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ക്രിസ്തുവിലേക്ക് നടന്നെടുക്കാൻ അവനൊപ്പം യാത്ര ചെയ്ത അവളോടൊപ്പം നമുക്കും ഈ ഒക്ടോബർ മാസം ജപമാല രഹസ്യങ്ങളുടെ നമുക്ക് യാത്ര ചെയ്യാം. അവളിലേക്ക് വന്നവരാരും ക്രിസ്തുവിനെ കണ്ടെത്താതെ ആ യാത്ര അവസാനിപ്പിച്ചിട്ടില്ല. അവളോടൊപ്പം യാത്ര തുടങ്ങിയവരാരും ക്രിസ്തുവിൽ യാത്ര പൂർത്തിയാക്കാതെ അത് പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ ഒക്ടോബർ മാസം നമുക്ക് അമ്മയെ ധ്യാനിക്കാം. ക്രിസ്തുവിൻ്റെ ജനനത്തിൽ പങ്കുപറ്റിയ അമ്മ നമ്മുടെ എല്ലാവരുടെയും സഹരക്ഷകയായി മാറിയിട്ടുണ്ട്. കാരണം ക്രിസ്തുവിലൂടെ നമ്മുടെ രക്ഷ സാധ്യമാകുമ്പോൾ അതിന് പിൻപറ്റി അമ്മയുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തു കുരിശിൽ കിടന്ന് തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനെ ഭരമേൽപ്പിച്ചത്, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ അമ്മ. അതെ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മയാണ്. ഈ അമ്മയിലൂടെ നമുക്ക് ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ, ക്രിസ്തുവിൻ്റെ രഹസ്യത്തിൽ പങ്കുചേരാൻ ദൈവം നമുക്ക് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ സ്വസ്ഥത, സമാധാനം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മുടെ മക്കളെ അമ്മ ഉണ്ണിമിശിഹായെ വളർത്തിയെടുത്തതുപോലെ നമ്മെ വളർത്തിയെടുക്കട്ടെ. അതിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുവാൻ നമുക്ക് ഇടവരുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും
ആമേൻ.